വിശ്വ ഹിന്ദു പരിഷത്ത് പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഈ സർക്കാർ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വർണം കട്ടവൻ ആരപ്പ എന്നുള്ള പാട്ടും പാടിയാണ് ജയിച്ചത്. നമുക്കറിയാം, എല്ലാ മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിലും അവർ ഈ പാട്ട് ഉപയോഗിച്ച് ഹൈന്ദവ വികാരങ്ങൾ മുതലെടുത്ത് അവർ സ്വർണം കട്ടവരെ അകത്താക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയിട്ട് അകത്താക്കിയത് സ്വന്തം അല്ലെങ്കിൽ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകനെയാണ് ശമ്പളം കൊടുത്ത് അകത്താക്കിയത്. ഇത്രയും നാണം കെട്ട ഒരു സർക്കാർ അവസാനം ജനവികാരം എതിരായി വന്നപ്പോൾ ആ അഭിഭാഷകൻ തന്നെ സ്വയം രാജിവെച്ച് പോകുന്ന സാഹചര്യം. എങ്ങനെ കാണുന്നു സതീശൻ സർക്കാരിൻ്റെ ഈ കബളിപ്പിക്കലിനെ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ? കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. തീർച്ചയായിട്ടും വളരെ വിഷമം തോന്നുന്ന ഒരു സാഹചര്യമാണ്. കാരണം മലയാളം അറിയാത്ത രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോലും സ്വർണം കട്ടവൻ ആരപ്പ എന്ന് കേരളത്തിലെ തെരുവുകളിൽ പാടിച്ച് ഹിന്ദുക്കളുടെ വോട്ടുകൾ നേടിക്കൊണ്ട് അധികാരത്തിൽ വന്ന നിലപാടുകളുടെ രാജകുമാരന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ നിലപാടുകൾ ഇല്ലായ്മ വളരെ ദുഃഖകരമാണ്. കാരണം വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു വിധമായ ബന്ധവുമില്ല എന്ന് ഈ അധികാരത്തിലേറി 26 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങൾ കൊണ്ട് കാട്ടിത്തന്ന വ്യക്തിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ. നമ്മൾ ചില ചാനലുകളിലും നമ്മുടെ ചാനലിലും ഒക്കെ തന്നെ വിക്കറ്റുകൾ വീഴുന്നതിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം സണ്ണി ജോസഫിന്റെ അളിയന്റെ ബെന്നിയുടെ വിക്കറ്റ് വീണെന്ന് പറഞ്ഞു, ഇത് രണ്ടാമത്തെ വിക്കറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ അല്ല, അതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വിക്കറ്റുകൾ വീണിരുന്നു. അത് വലിയ ബാറ്റ്സ്മാൻമാരായിരുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ വലുതായിട്ട് ചർച്ച ചെയ്യാതെ പോയത്. രണ്ടാമത് വീണ വിക്കറ്റ് വ്യാജ IAS അടിസ്ഥാനത്തില് DPIയുടെ ചുമതല വഹിച്ച ആസിഫ് K യൂസഫിന്റെ വിക്കറ്റും ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് തെറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ മറ്റൊരു വകുപ്പിലേക്ക് മാറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോർക്ക റൂട്ട്സിന്റെ ഡയറക്ടർ പദവിയിലേക്ക് മാറ്റി. അതും ഒരു വിക്കറ്റ് വീഴ്ചയായിരുന്നു. ഇന്ന് KJ റീന എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വിക്കറ്റ് വീണിട്ടുണ്ട്. കാരണം എന്താണെന്ന് നമുക്ക് ഈ അടുത്ത ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യാം. കാരണം ഈ കേരളത്തിലെ വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനകത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ശബരിമലയിലെ കൊള്ളയായിരുന്നു. ഈ കൊള്ളയെപ്പറ്റിയുള്ള വ്യാപകമായിട്ടുള്ള ചർച്ചകള്, എത്ര കിലോ സ്വർണം മോഷ്ടിച്ചു, ഹിന്ദു സമൂഹത്തിന് ഇതുണ്ടാക്കിയിട്ടുള്ള ആഘാതങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തമായ ചർച്ച കേരളത്തിൽ സമൂഹത്തിൽ നടന്ന മാസങ്ങളായിരുന്നു കടന്നുപോയത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര്, മുൻ ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ധാരാളം വ്യക്തികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലറയ്ക്കുള്ളിലായി എന്നുള്ള എല്ലാവരും കണ്ടതാണ്. അതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുതലെടുപ്പ് UDFന് കിട്ടുകയും അവരൊരു മൃഗീയമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തു. അങ്ങനെ അധികാരത്തിൽ വന്നപ്പോൾ സാധാരണക്കാരായ ഹിന്ദുക്കളും സാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാരും ധരിച്ചത് ഈ വരും ദിവസങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് CBI പോലുള്ള അന്വേഷണ ഏജൻസിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏൽപ്പിച്ച് യഥാർത്ഥ പ്രതികളെയൊക്കെ പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈ വെള്ളിടി പട്ടിയത്. കാരണം നമ്മളൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്, ഒരു പ്രയോഗമുണ്ട്, ഞങ്ങളുടെയൊക്കെ മധ്യ തിരുവിതാംകൂറിൽ പറയുന്ന ഒരു പ്രയോഗമാണ്, ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കച്ചുള കാണിക്കുമ്പോൾ കാണുന്ന ആക്രാന്തം എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് 10 വർഷം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടാത്തതൊക്കെ തന്നെ 10 ദിവസം കൊണ്ട് നേടണമെന്നുള്ള ഒരു ആക്രാന്തം VD സതീശൻ സർക്കാരിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് മാത്രമേ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതിനകത്ത് ക്യാബിനറ്റ് റെസ്പോൺസിബിലിറ്റി എന്നൊരു കാര്യം നമ്മളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഇതിനകത്ത് ഒരു ക്യാബിനറ്റ് റെസ്പോൺസിബിലിറ്റിയും ഒരു കാര്യത്തിനും ഇല്ല എന്നുള്ളതാണ് ഈ 26 ദിവസം കൊണ്ട് നമ്മുടെ മുമ്പിൽ കാണുന്ന സൂചന. നമ്മൾ നോക്കൂ, വട്ടിയൂർക്കാവില് ഒരു കൗൺസിലറെ പിടിക്കാൻ വേണ്ടി വെടിവെച്ചു. ആ വെടിവെച്ചപ്പോൾ അതിനെ അഭിനന്ദിക്കുകയായിരുന്നു കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല. ഏതോ മഹത്തരമായ നേട്ടമാണ് ആകാശത്തേക്ക് വെടിവെച്ചതെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെയല്ലേ പിണറായി സർക്കാരിന്റെ കാലത്ത് പറഞ്ഞത് രക്ഷാപ്രവർത്തനവും? അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്. അദ്ദേഹം അഭിനന്ദിക്കുകയായിരുന്നു. ആ രക്ഷാപ്രവർത്തനത്തിനെ അഭിനന്ദിച്ച അന്നത്തെ ആഭ്യന്തരമന്ത്രി ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞാൽ ചേട്ടൻ ബാവയും അനിയൻ ബാവയുമാണ് ഭരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറെ ഒരു ഹൈക്കോടതിയിൽ വെക്കുക എന്ന് പറയുമ്പോൾ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ പ്ലീഡറെ വെച്ചത്? ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ രീതിയിൽ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു സ്പെഷ്യൽ പ്ലീഡറെ വെച്ചത് എന്നാണ് മുരളീധരൻ എന്ന് പറയുന്ന ദേവസ്വം മന്ത്രി പറഞ്ഞത്. അതിന്റെ കാരണം എന്താണ്? ഇതേവരെ ധാരാളം പ്ലീഡർമാരുണ്ടാവും ഹൈക്കോടതിയിൽ. ഇത്തവണ തന്നെ 50-60 പേരെ നിയമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്തുനിന്ന് ഒരാൾക്ക് ദേവസ്വത്തിന്റെ കാര്യങ്ങൾ കൊടുക്കുക എന്ന പതിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്തവണ എന്തുകൊണ്ടാണ് ഈ KV പ്രദീപിനെ സ്പെഷ്യൽ പ്ലീഡർ ആക്കിയെന്ന് ചോദിച്ചാൽ, എന്റെ അറിവനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 59 വയസ്സുണ്ട്.
ഒരാൾക്ക് പ്ലീഡറായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ 60 വയസ്സ് വരെ മാത്രമേ ഒക്കത്തുള്ളൂ. ഒരു വർഷക്കാലം മാത്രം ഇയാളെ ഇരുത്തിയാൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുകയില്ല എന്ന് നിയമം അറിയാവുന്ന അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള വി.ഡി. സതീശന് മനസ്സിലായതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ സ്പെഷ്യൽ പ്ലീഡറാക്കിയത്. അടുത്തൊരു നടപടിയുണ്ട്. ആരാണ് നമുക്കൊരു പ്ലീഡറെ വേണമെന്ന് ആവശ്യപ്പെടുന്നത്? സ്വാഭാവികമായിട്ടും ഈ ക്യാബിനറ്റിലേക്ക് ഈ ഒരു തീരുമാനം അറിയിക്കുന്നത് ദേവസ്വം ബോർഡായിരിക്കണം. ദേവസ്വം ബോർഡ് ഈ നിയമവകുപ്പിലേക്ക് പറയുകയാണ് ഇത്തവണ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ പ്ലീഡർ വേണം എന്നൊരു കറസ്പോണ്ടൻസ് ഉണ്ടാകുന്നിടത്താണ് ഒരു ഫയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ലെറ്റർ കൊടുക്കുന്നു. ഈ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന ഒന്നും UDF-ന്റെ പ്രതിനിധികളല്ലല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. ജയകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിയമിച്ചത് UDF സർക്കാരിൽ LDF ആണ്. അവർ ഒരു റെക്കമെൻഡേഷൻ കൊടുത്താൽ അത് നിയമവകുപ്പ് അതിന്മേലൊരു ഫയൽ ഉണ്ടാക്കുന്നു. ആ ഫയലിന്റെ അടിസ്ഥാനത്തിൽ അത് നിയമവകുപ്പ് മന്ത്രിയുടെ അടുത്തേക്ക് പോകണം. നിയമവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒരാളായതുകൊണ്ട് നിയമവകുപ്പ് മന്ത്രി ആയിട്ടുള്ള വി.ഡി. സതീശൻ അതിന്മേലൊരു തീരുമാനമെടുക്കുന്നു. അതിനുശേഷം അത് ക്യാബിനറ്റിലേക്ക് വെക്കുന്നു. ക്യാബിനറ്റിൽ വെക്കുമ്പോൾ ഒരു ക്യാബിനറ്റ് നോട്ട് ഉണ്ടാകണം. ഈ ക്യാബിനറ്റ് നോട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ദേവസ്വം മന്ത്രിയോട് ചോദിക്കണം. ദേവസ്വത്തിന്റെ സ്പെഷ്യൽ പ്ലീഡറായിട്ട് വെക്കുമ്പോൾ ദേവസ്വം മന്ത്രിയുടെ അനുവാദം കൂടി ഉണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ മുരളീധരൻ ഇന്ന് പത്രക്കാരോട് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടും കളവാണെന്ന് മനസ്സിലാക്കും. ഞാൻ മുഖ്യമന്ത്രിക്ക് ഡിസ്ക്രിഷണറി പവർ കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ നിയമനം നടത്തിയെന്നാണ് പറഞ്ഞത്. അത് ശുദ്ധമായ തട്ടിപ്പാണ്. അതിനേക്കാൾ കൂടുതൽ ഈ കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ രാഷ്ട്രീയ ഭീഷ്മാചാര്യന്റെ മകനായിട്ടുള്ള മുരളീധരന്റെ വായിൽ നിന്ന് ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എത്ര അപഹാസ്യനാണെന്ന് നോക്കണം. കള്ളന്മാരെ പറ്റി അറിയാവുന്ന ആളെ വക്കീലാക്കിയാൽ കൂടുതലും മെച്ചപ്പെട്ട സാഹചര്യം ഭാവിയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാണ്. അതായത് പ്രതിയുടെ നെഗറ്റീവുകൾ അറിയാവുന്ന ആളെ അഡ്വക്കേറ്റ് ആക്കി വെച്ചാൽ അത് ഗുണകരമാകും എന്ന് പറയുന്ന മന്ത്രിയെ സഹിക്കേണ്ട ഗതികേടാണ് നമുക്ക് ഉള്ളത്. ഈ ദേവസ്വം ഒറ്റ കാര്യം കൂടെ, അപ്രകാരം അപഹാസ്യനായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ കേരളത്തിൽ ഇപ്പോഴേ ഗ്രൂപ്പിനകത്ത് അടി തുടങ്ങി. നമ്മൾ നോക്കുക, ഈ മുരളീധരൻ തന്നെയാണ് പറഞ്ഞത് എന്റെ മണ്ഡലത്തിൽ മുഴങ്ങിയ വെടിയൊച്ച അപകടകരമാണ്, അല്ലെങ്കിൽ മോശമായി പോയി എന്നും പറഞ്ഞ അദ്ദേഹമാണ്. ഇതിനകത്ത് അണ്ടിയാണോ മൂത്തത് എന്നുള്ളൊരു ചോദ്യം ഈ കേരളത്തിലെ UDF സർക്കാരിലുണ്ട്. രമേശ് ചെന്നിത്തല വിട്ടുകൊടുക്കത്തില്ല, മുരളീധരൻ വിട്ടുകൊടുക്കത്തില്ല, സണ്ണി ജോസഫ് വിട്ടുകൊടുക്കത്തില്ല. ഈ ഒരു സാഹചര്യത്തില് വി.ഡി. സതീശൻ സർക്കാർ ഒരു കാലത്തും അവരുടെ കാലാവധി പൂർത്തിയാക്കാനുള്ള സാഹചര്യമില്ല. 100 ചില്ലുവാനം അംഗങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ്, സതീശന് പെട്ടെന്ന് 13 എന്ന് പറയുന്ന സംഖ്യയെ പേടിക്കുന്ന ആൾക്കാരാണെന്നാണല്ലോ പറയുന്നത്. 13ാമത്തെ മുഖ്യമന്ത്രി ഉറപ്പാണ് കാലാവധി പൂർത്തിയാക്കിയില്ല എന്ന് എഴുതി വെച്ചോളൂ. ഈ പ്രദീപിന്റെ നിയമനത്തിന് പിന്നിൽ വൻ അഴിമതിയുണ്ട്, തട്ടിപ്പുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ പ്രദീപ് അയാൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും ഈ പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി ഒരു അന്വേഷണം നടത്താൻ കൂടി സർക്കാർ തയ്യാറാകണം. അത് സാധ്യത തീരെയില്ല. കാരണം ആരാ തീരുമാനം എടുക്കേണ്ടത്? നിയമിച്ച ആൾ. ഇത് കുറുക്കനെ കോഴിക്കോടിന്റെ കാവലേൽപ്പിച്ചതുപോലെ തന്നെയാണ്. ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കച്ചോള കാണുന്നത് പോലെ തന്നെ അർമാദിക്കാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു അഭിഭാഷക സംഘടനയുണ്ട് കോൺഗ്രസിന്റെ. ആ ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P.K. അബ്ദുൾ റഹീമാണ്. അബ്ദുൾ റഹീം ഈ 9/6/2026 KPCC അധ്യക്ഷന് കൊടുത്തൊരു കത്തുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് കേരള ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള അഭിഭാഷക നിയമനങ്ങളിൽ ബാഹ്യ ഇടപെടലുണ്ട്. ഞാനോ ഈ മാധ്യമങ്ങളോ പറയുന്നതല്ല. കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനയുടെ പ്രസിഡന്റ് കൊടുത്ത കത്തുണ്ട്. ആർക്കൊക്കെ അതിന്റെ കോപ്പി പോയിട്ടുണ്ടെന്ന് അറിയാവോ? AICCയുടെ KC വേണുഗോപാലിനും സണ്ണി ജോസഫിനും അതിന്റെ കോപ്പി പോയിട്ടുണ്ട്. കോൺഗ്രസ് അഭിഭാഷക സംഘടന തന്നെ ഈ നിയമനങ്ങളെ എതിർക്കുമ്പോൾ ഇതിന്റെ പിന്നില് 50 അഭിഭാഷകരെ നിയമിച്ചതിന്റെ പിന്നില് 50 കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് ഹൈക്കോടതിയുടെ ആ പുറം ലോകത്ത് ഒരു ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. 100% ഉറപ്പാണ്. ഈ വി.ഡി. സതീശൻ തന്നെ ഇന്നേ വരെ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും നിയമവകുപ്പ് ഏറ്റെടുത്തിട്ടില്ല ഡയറക്റ്റ് ആയിട്ട്. ആദ്യമായിട്ടാണ് അദ്ദേഹം ഏറ്റെടുത്തതിന്റെ പിന്നിൽ ഒരു അഴിമതി ഉണ്ട് എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിനെ തള്ളിക്കളയാനൊക്കില്ല. കോൺഗ്രസ് അഭിഭാഷക സംഘടനയും ലീഗിന്റെ അഭിഭാഷക സംഘടനയും സമാന സാഹചര്യത്തിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അഭിഭാഷകരെ നിയമിച്ച കാര്യം വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സതീശൻ സർക്കാരിന്റെ ആത്മാർത്ഥത. അത് കൃത്യമായി അതിന്റെ ചെമ്പ് തെളിഞ്ഞു വരുന്നുണ്ട്.